ദുരന്ത സമയത്ത് എയർലിഫ്റ്റിംഗിന് പണം ചോദിച്ച കേന്ദ്ര സർക്കാർ മലയാളികളുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് കേന്ദ്രം കണക്കാക്കുന്നുണ്ടോ? എയർലിഫ്റ്റിംഗിന് പണം നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുമെന്നും എന്നാൽ പണം എവിടെ നിന്നാണ് നൽകുകയെന്നും മന്ത്രി ചോദിച്ചു. SDRFന്റെ മാനദണ്ഡം നോക്കാതെ പണം ചെലവഴിക്കാൻ കേന്ദ്രം അനുമതി നൽകേണ്ടതായിരുന്നു. മലയാളിയുടെ അവകാശമായതുകൊണ്ടാണ് കേന്ദ്ര സഹായം നിരന്തരം ചോദിക്കുന്നതെന്നും റവന്യൂ മന്ത്രി മീഡിയ വണ്ണോട് പറഞ്ഞു. വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണിത്. സംസ്ഥാന സർക്കാർ മാത്രം കാണേണ്ടതല്ല. 3.5 കോടി വരുന്ന മലയാളികളുടെ അഭിമാന ബോധത്തെയും അതിന്റെ സത്യസന്ധതയും ഒക്കെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് ഇത് മാറാൻ പാടില്ല. ജീവന് വേണ്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എയർലിഫ്റ്റിംഗ് എന്ന സംവിധാനത്തെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തണം. സുളു ക്യാമ്പസിൽ നിന്ന് അതിനാവശ്യമായ സൗകര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തി കേരളം വളരെ സന്തോഷപൂർവ്വം കാണുകയാണ്. അതിന് പണം കൊടുക്കണം എന്നാണ് ഇപ്പൊ പറയുന്നത്. കൊടുക്കേണ്ടത് കണക്ക് പ്രകാരം ശരിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉത്തരവിറക്കുന്നതിൽ പ്രയാസമില്ല. പക്ഷേ ഇപ്പോൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? കേരളം ഉൾപ്പെടെ ഏത് സംസ്ഥാനത്തിനും കൊടുക്കുന്ന സഹായങ്ങൾക്ക് പണം ഈടാക്കുന്നതിന് പകരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നടപടിയാണ് കേന്ദ്രം എടുക്കേണ്ടത് എന്ന് എത്രയോ കാലമായി കേരളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ദിവസമായിട്ടും 4 മാസമായിട്ടും ഏത് ലെവലിലാണ് കേരളത്തെ പെടുത്തിയിട്ടുള്ളത്? ഇപ്പോൾ കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നു. ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന സംസ്ഥാനമല്ലേ ഈ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളം? കേരളത്തെ ഇന്ത്യയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കുന്നില്ലേ? കേരളം പ്രതീക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? ത്രിപുരയ്ക്ക് 40 കോടി രൂപയുടെ അഡീഷണൽ അസിസ്റ്റന്റ് നൽകുമ്പോൾ ഒരു IMCT റിപ്പോർട്ടും കിട്ടിയിരുന്നില്ലല്ലോ. ഏത് ഘട്ടത്തെയും നേരിടാനുള്ള കരുത്തിലാണ് കേരളം. ആ കേരളത്തിന് ആ കരുത്ത് നൽകുന്നത് കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുമാണ്. അവരുടെ പിന്തുണ കേരളത്തിനുണ്ടാകും. പക്ഷേ കേരളത്തിന് കിട്ടേണ്ടത് കേരളത്തിന്റെ അവകാശമാണ്. അനാവശ്യമായിട്ടുള്ള ഒന്നും കേരളം ചോദിച്ചിട്ടില്ല. ചൂരൽമലയിലെ മനുഷ്യന്റെ കണ്ണീര് കണ്ട മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ആശയവിനിമയം നടത്താമെന്ന കാര്യമാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. കേരളത്തിന്റെ അവകാശങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല. പക്ഷേ മലയാളിയെക്കുറിച്ചും മലയാളിയെ സ്നേഹിക്കുന്ന ലോകത്തെ മനുഷ്യരെക്കുറിച്ചും കേരളത്തിന് നല്ല ധാരണയുണ്ട്. അതിന് ഏതറ്റം വരെയും പോകാനുള്ള ഇച്ഛാശക്തിയുണ്ട്. വയനാട് ഉൾപ്പെടെയുള്ള എയർലിഫ്റ്റിംഗിന് പണം തിരികെ ചോദിച്ച കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ അതിശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.